ഓം ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം 15-ാം ശ്ലോകം മുതലുള്ള മൂല്യാവലോകനമാണ് ഇന്ന് നമ്മൾ മനന വിഷയമാക്കുന്നത്. സത്യാർത്ഥികളായ സത്പുമാന്മാരെ സാദരം വന്ദേ മാതരം. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. 5-ാം അധ്യായം 15-ാം ശ്ലോകം പ്രഖ്യാപിക്കുന്നതാണത്. അജ്ഞാനം ജ്ഞാനത്തെ മൂടിവയ്ക്കുന്നു. തന്മൂലം വാസ്തവം അറിയാൻ കഴിയുന്നില്ല. ചെയ്തത് ശരിയായി എന്ന് തോന്നുമ്പോഴാണ് സുകൃതബോധമുണ്ടാകുന്നത്. ആകെയുള്ള ഉന്മ ആത്മാവാണ്. യോഗി അതറിയുന്നു. അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന വഴി ജ്ഞാനം മാത്രമാണ്. പരമമായ ജ്ഞാനം സൂര്യനെപ്പോലെ പ്രകാശിക്കും. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്നവർക്ക് ഉൾവെളിവുണ്ടാകുന്നു. ജ്ഞാനോദയത്തിൽ അജ്ഞാനം ഇല്ലാതാകുന്നു. സൂര്യോദയത്തിൽ ഇരുൾ അന്ധകാരം ഇല്ലാതാകുന്നത് പോലെ ജ്ഞാനം കൊണ്ട് പാപം ഇല്ലാതാകുന്നു. ജനനവും മരണവും ഇല്ലാത്ത സത്യമാണ് ഞാൻ അഥവാ ആത്മാവ് എന്ന് യോഗി അറിയുന്നു. തന്നിൽ പൊരുളായിരിക്കുന്ന ആത്മസത്യത്തെ സകലത്തിലും പൊരുളായിരിക്കുന്നതായി ജ്ഞാനി അറിയുന്നു, മനസ്സിലാക്കുന്നു. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ ശ്വപാകേ ച പണ്ഡിതാഃ സമദർശിനഃ. 5-ാം അധ്യായം 18-ാം ശ്ലോകം എത്ര അർത്ഥവത്തായതാണെന്ന് ശ്രദ്ധിച്ചാലും എത്രമാത്രം ദിവ്യത്വമാണ് ഈ ശ്ലോകത്തിൽ കാണുന്നത്. പണ്ഡിതൻ സമദർശിയാണ്. യോഗിയും ജ്ഞാനിയും പണ്ഡിതനും ഒന്ന് തന്നെയാണ്. സമദർശിയാണ്. സ്വന്തം സ്ഥിതിയെ ബ്രഹ്മത്തെ തന്നെ ദർശിക്കുന്നു. ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. 5-ാം അധ്യായം 20-ാം ശ്ലോകമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഇതറിയുമ്പോൾ സുഖം അക്ഷയം അശ്വനതേ. 5-ാം അധ്യായം 21-ാം ശ്ലോകം അത് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. നൈമിഷിക സുഖത്തിൻ്റെ പരിണാമം ദുഃഖമാണ്. അപ്പോൾ വേണ്ടത് എന്താണ്? വിഷയരസമല്ല, ആത്മരസമാണ്. ആത്മസത്യം അഥവാ താനായിരിക്കുന്ന പൊരുൾ ബ്രഹ്മമല്ലാതെ മറ്റൊന്നല്ല എന്നറിയുന്ന ആൾ ബ്രഹ്മയോഗയുക്താത്മാവാണ്. അതിനെയാണ് വേദാന്തത്തിൽ പറയുന്ന ബ്രഹ്മസാക്ഷാത്കാരം. അതിൻ്റെ അന്തിമ പ്രയോജനമോ അക്ഷയസുഖമാണ്. അത് ആത്മരസാനുഭൂതിയാണ്. അക്ഷയമായ സുഖമാണ്. അതാണ് യോഗരഹസ്യം. അത്തരം അറിവാളിയെ അറിയാൻ 22-ാം ശ്ലോകസാരം നോക്കുക, ശ്രദ്ധിക്കാലും. വിഷയസുഖവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടാകുന്ന ഭോഗാനുഭവങ്ങൾ ദുഃഖത്തിന് കാരണം തന്നെയാണ്. എന്തെന്നാൽ അവ ആദ്യവസാനങ്ങളുള്ളവയാണ്. അറിവുള്ളവർ അതിൽ രമിക്കുകയില്ല. 23-ാം
ശ്ലോകസാരം ശ്രദ്ധിച്ചാലും ഏതൊരു മനുഷ്യനാണോ ശരീരത്തിൽ നിന്നുള്ള മോചനത്തിന് മുൻപ് ഇഹലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന മനക്ലേശത്തെ അടക്കാൻ കരുത്തുള്ളവനായിത്തീരുന്നത് അദ്ദേഹമാണ് യുക്തൻ, അദ്ദേഹമാണ് മുക്തനും സുഖിയും. രജോ ഗുണത്തിൽ നിന്നാണ് കാമമുണ്ടാകുന്നത്, അതിനോടുകൂടി ക്രോധവും വരുന്നു. രണ്ടും ദുഃഖകരമാണ്. ഇച്ഛാശക്തി കൊണ്ട് അവയെ അടക്കണം. ആ സാധകൻ യോഗിയാണ്. 24-ാം ശ്ലോകസാരം ഒന്ന് ശ്രദ്ധിച്ചാലും യോഗി തൻ്റെ ഉള്ളിൽ വെളിച്ചം കണ്ടെത്തുന്നു. ബ്രഹ്മാനുഭൂതിയാണ് ബ്രഹ്മത്തിൽ നിർവ്വാണം ശ്രദ്ധിക്കുന്നത്, ഉണ്ടാക്കുന്നത്. അതായത് ബ്രഹ്മാനുഭൂതിയും നിർവ്വാണവും ഒന്ന് തന്നെയാണ്. യോഗി അന്തരാത്മാവിൽ സുഖവും ആനന്ദവും അനുഭവിക്കുന്നു. അന്തർജ്യോതിയാണ് ഈശ്വരൻ. സത്യത്തിൻ്റെ മുഖത്തിന് സത്യത്തിൽ നിന്ന് വേറിട്ട് മറ്റൊരു ഉണ്മയില്ല. അത് തന്നെയാണ് ബ്രഹ്മം. ഈ ബ്രഹ്മനിർവ്വാണമാണ് പരമലക്ഷ്യവും. സകല ജീവജാലങ്ങളായും വിരിഞ്ഞു വിലസുന്നത് അന്തർജ്യോതിസാണ്. 26-ാം ശ്ലോകം വളരെ ശ്രദ്ധേയമാണ്. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവ്വാണം വർത്തതേ വിദിതാത്മനാം. ബ്രഹ്മനിർവ്വാണം അനുഭവിക്കുന്നവർ കാമക്രോധജയാണ്, യതചിത്തനാണ്, സ്വസത്തെ അറിയുന്നവനാണ്, യമനശീലനുമാണ്. 27, 28, 29 ശ്ലോകസാരം ഒന്നിച്ച് നമുക്ക് മനസ്സിലാക്കാം. ബാഹ്യവിഷയങ്ങളെ ബാഹ്യത്തിൽ തന്നെ നിർത്തുക. ദൃഷ്ടിയെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിക്കുക. പ്രാണനെയും അപാനനെയും സമമാക്കി നിർത്തുക. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയെ ഉള്ളടക്കി നിർത്തുക. ഇച്ഛ, ഭയം, ക്രോധം എന്നിവയെ ദമനം ചെയ്യുക. മോക്ഷത്തിൽ മാത്രം ഉന്നം വയ്ക്കുക. ആ സാധകൻ മുനിയുമാണ്, മുക്തനുമാണ്. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും സകല ലോകമഹേശ്വരനും സർവസൃഷ്ടിജാലങ്ങൾക്കും സുഹൃത്തായിട്ട് നിൽക്കുന്ന ഈശ്വരനെ അറിയുന്നവൻ മുനിയാണ്, യതിയാണ്, യോഗിയാണ്, പരമശാന്തി അനുഭവിക്കുന്ന സാധകനുമാണ്. അർജുന, ഈ 5-ാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മളെല്ലാം എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കർമ്മങ്ങളോടുകൂടിയവരാണ്. അത് ബാഹ്യപ്രകൃതിയിൽ നടക്കുന്ന ചേഷ്ടകളുടെ ഭാഗമാണ്. ഓരോരുത്തരും അവരവരുടെ ഉണ്മയെ നേരിട്ടറിയുന്നു. അവർ ജ്ഞാനികളാണ്. ജ്ഞാന കർമ്മയോഗങ്ങളെ ഒന്നായി കാണുന്നു. നിർലിപ്തരായിരിക്കുകയും ചെയ്യുന്നവരാകുന്നു. ബ്രഹ്മവിത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു. ആത്മശുദ്ധിയുള്ളവരായിട്ട് മാറുന്നു. പരമമായ ശാന്തി അനുഭവിക്കുന്നു. സ്വസ്തി, സുഖം, ശാന്തം.